ദേശാഭിമാനി ദിനപത്രത്തിലെ ലേഖന വിവാദം കത്തുകയാണ്. വാരാന്ത പതിപ്പ് എഡിറ്റർ KR അജയന്റെ മുറി മാനേജ്മെന്റ് പൂട്ടി. കള്ളൻ വിജയൻ ലേഖനത്തെ തുടർന്നാണ് നടപടി. മുറി പൂട്ടിയതിനാൽ അകത്ത് പ്രവേശിപ്പിക്കാൻ അജയനെ അനുവദിച്ചില്ല. വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്ന് പ്രസാദ് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രസാദ്, കഴിഞ്ഞ ദിവസം തന്നെ ഈ KR അജയൻ, അതായത് എഡിറ്ററോട് വിശദീകരണം നമുക്ക് തേടിയിരുന്നു. ഇന്ന് മുറി പൂട്ടി എന്നുള്ളതാണ്. എന്താണ് സംഭവിക്കുന്നത്? രാഖി, കടുത്ത നടപടികളിലേക്ക് ദേശാഭിമാനി കടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കള്ളൻ വിജയൻ ലേഖനം ദേശാഭിമാനിയെ ഒന്നാകെ പിടിച്ചു കുലുക്കിയിരിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ നടപടികളിലേക്ക് കടക്കുന്നത്. അതായത് വാരാന്ത പതിപ്പ് എഡിറ്റർ KR അജയനെതിരെ നടപടി ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അജയന്റെ ഓഫീസ് മുറി ദേശാഭിമാനി താഴിട്ട് പൂട്ടി. അജയനെ പ്രവേശിപ്പിക്കാൻ അനുവദിച്ചില്ല എന്നാണ് ഏറ്റവും പുതിയതായി അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം വിശദീകരണം ആവശ്യപ്പെട്ട് ഒരു നോട്ടീസ് അയച്ചിരുന്നു. അതിൽ തനിക്ക് യാതൊരു പിഴവും സംഭവിച്ചില്ല എന്നാണ് അജയൻ നൽകിയത്. പാർട്ടി നേതൃത്വമാണ് ഈ നോട്ടീസ് അയച്ചത്. അതിലാണ് മറുപടി നൽകിയത്. എന്നാൽ ഈ മറുപടി കൊണ്ടൊന്നും ഇപ്പോൾ നേതൃത്വവും ദേശാഭിമാനിയും തൃപ്തരാവുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് അജയനെതിരെ, വാരാന്ത പതിപ്പിന്റെ എഡിറ്റർ KR അജയനെതിരെ നടപടി എന്ന നിലയിലേക്ക് തുടങ്ങുന്നത്. അത് ഒപ്പം തന്നെ ഈ എഡിറ്റർ സ്ഥാനത്ത് നിന്ന് മാറ്റുവാനുള്ള നീക്കം നടക്കുന്നു. അതോടൊപ്പം തന്നെ അജയനെ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികളിലേക്കൊക്കെ കടക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്കും പ്രാഥമിക തീരുമാനങ്ങളിലേക്കെല്ലാം ദേശാഭിമാനിയും പാർട്ടി നേതൃത്വവും കടക്കുന്നതായിട്ടാണ് വിവരം. പാർട്ടിക്ക് തന്നെ വലിയൊരു ക്ഷീണമുണ്ടാക്കിയ സംഭവമാണ് ഈ ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ വാരാന്ത്യ പതിപ്പിലെത്തിയ ലേഖനവുമായി ബന്ധപ്പെട്ടും അതിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയങ്ങൾ. അതിൽ നേരത്തെ ഈ VS-നെ അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഉള്ളടക്കം ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു പറഞ്ഞത് അതായത് മറ്റ് മാധ്യമങ്ങൾക്കടക്കം ചോർത്തി നൽകിയത് അജയനാണ് എന്നാണ് പാർട്ടി നേതൃത്വം വിലയിരുത്തുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അജയൻ്റെ ഓഫീസ് റൂമിലെ കമ്പ്യൂട്ടർ അടക്കം പരിശോധിക്കാനുള്ള നീക്കവും ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിവാദ ലേഖനമായിട്ടുള്ള കള്ളൻ വിജയൻ എന്ന ലേഖനം അത് ദേശാഭിമാനിയെ ഒന്നാകെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. വാരാന്ത പതിപ്പ് പുറത്തിറക്കാത്തതിന് കാരണം ഈ ലേഖനമാണ് എന്നടക്കമുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ അതിൻ്റെ എഡിറ്റർമാരെല്ലാവരും അതോടൊപ്പം തന്നെ പാർട്ടി നേതൃത്വമൊക്കെ ഇത് തള്ളി. സ്വരാജ് അടക്കമുള്ളവർ ഇതിനെ തള്ളി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അതല്ല സത്യം, ഈ ലേഖനം തന്നെയാണ് സത്യമെന്നായിരുന്നു തുടർന്ന് വന്ന വിവരം. അതിൻ്റെ ലേഖകൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നേരത്തെ പങ്കുവച്ചിരുന്നു. ഇതോടുകൂടി തന്നെ ഈ കള്ളൻ വിജയൻ എന്ന ലേഖനം തന്നെയാണ് ദേശാഭിമാനിയെ ചൊടിപ്പിച്ചത്. അതോടൊപ്പം തന്നെ വാരാന്ത പതിപ്പ്, അതായത് VS അച്യുതാനന്ദൻ്റെ 1 വർഷം തികയുന്ന മരണം നടന്നതിൻ്റെ 1 വർഷം തികയുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അനുസ്മരണങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സ്മരണിക പോലെയായിരുന്നു ഈ വാരാന്ത പതിപ്പ് പുറത്തിറക്കാൻ ഉദ്ദേശിച്ചത്. അതിലൊരു ഭാഗത്ത് മാത്രമാണ്, ഏറ്റവും അവസാന പേജിലൊരു ഭാഗത്ത് മാത്രമാണ് ഈ കള്ളൻ വിജയൻ എന്ന പേരിൽ ഒരു ലേഖനം ഉണ്ടായിരുന്നത്. തിരുവനന്തപുരത്തെ ഒരു നാടക പ്രവർത്തകരുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇത്രയും 35 വർഷത്തെ നാടക പാരമ്പര്യവും നാടക പ്രവർത്തനവും അടക്കമുള്ളവ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് കള്ളൻ വിജയൻ എന്നാണ് അറിയപ്പെടുന്നത്. ആ പേര് കൂടി ചേർത്തുകൊണ്ടാണ് ഈ ലേഖനം പ്രസിദ്ധീകരിച്ചത്. എന്നാൽ ആ ലേഖനം ഇത് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്നൊക്കെയാണ് പാർട്ടി നേതൃത്വവും അതോടൊപ്പം തന്നെ ദേശാഭിമാനിയിലെ മുതിർന്ന എഡിറ്റോറിയൽ അംഗങ്ങളെല്ലാം തീരുമാനിച്ചത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് വാരാന്ത പതിപ്പ് ഒന്നാകെ പുറത്തിറക്കാതിരിക്കുന്ന നടപടികൾ സ്വീകരിച്ചത്. അതിനുശേഷം ഒരു വിശദീകരണം പത്രത്തിൽ നൽകിയത് ചില സാങ്കേതിക കാരണങ്ങളാൽ വാരാന്ത പതിപ്പ് ഈ ആഴ്ച പുറത്തിറക്കാൻ സാധിക്കില്ല എന്നാണ് പാർട്ടി നേതൃത്വം ഒരു വിശദീകരണം ദേശാഭിമാനിയും നൽകിയത്. എന്തായാലും അതിന് പിന്നാലെയാണ് ഈ വിവാദങ്ങളെല്ലാം ചൂടുപിടിക്കുന്നത്. അതായത് സാങ്കേതിക പിശവല്ല, ഈ ലേഖനമാണ് ഇത്തരത്തിൽ VS അച്യുതാനന്ദൻ്റെ അനുസ്മരണം അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ വാരാന്ത പതിപ്പ് പുറത്തിറക്കാൻ കഴിയാത്തതിന് പിന്നിലെന്ന് ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ആ അടക്കം ചോർന്നത് അജയനാണ് എന്നാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വവും ദേശാഭിമാനിയും ഒന്നാകെ വിലയിരുത്തുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് KR എതിരായിട്ടുള്ള നടപടികളിലേക്ക് ദേശാഭിമാനി കടന്നിരിക്കുന്നത്, പാർട്ടി നേതൃത്വം കടന്നിരിക്കുന്നത്. നേരത്തെ വിശദീകരണം ചോദിച്ചിരുന്നു. ആ വിശദീകരണത്തിൽ നൽകിയ മറുപടിയിലൊന്നും പാർട്ടി നേതൃത്വവും ദേശാഭിമാനിയും തൃപ്തരല്ല. അജയൻ്റെ ഓഫീസ് മുറി അടക്കം പൂട്ടിക്കൊണ്ടുള്ള കടുത്ത നടപടികളിലേക്കാണ് ഇപ്പോൾ ദേശാഭിമാനിയും പാർട്ടി നേതൃത്വവും കടക്കുന്നത്. രാഖി.